ഓക്കെ, റെക്കോർഡായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ ഫസ്റ്റിൽ എന്തോ ഒരു ഇത് എൻഡ് മീറ്റിംഗ് അടിച്ചെന്ന് തോന്നുന്നു, എന്തോ സംഭവിച്ചു, കൈതട്ടി എന്തോ പോയതാണ്. ഓക്കെ. അപ്പോ നമ്മളെ ഈ കാണുന്നതല്ല, ഈ നമ്മള് എന്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ മക്കള് കാണുന്ന റിയാലിറ്റി ഷോകള്, ഈ ഇത്തരം വീഡിയോസ് അവര് തെറ്റിദ്ധരിക്കും ഇതാണ് നമ്മുടെ റിയൽ ലൈഫ് എന്ന് വിചാരിച്ചിട്ട് ആ നിമിഷ നേരം കൊണ്ട് ഒരു ഡോപ്പമിൻ ക്രിയേറ്റ് ചെയ്യുക, അതിൽ തന്നെ കുട്ടികൾ ലയിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കുട്ടികൾക്ക് റിയൽ ലൈഫുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മുതിർന്നവർക്ക് പോലും കഴിയുന്നില്ല. അത് മാത്രമല്ല, ഡിജിറ്റൽ അമ്നീഷ്യ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് എളുപ്പ സാധ്യമാകുന്ന ഒന്നാണോ? എന്റെ ചോദ്യം അതാണ്. റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ? അല്ല, അല്ല. അത് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊരു ഇത് തോന്നും, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് ഇതുപോലെയൊക്കെ ജോലിയൊക്കെ ചെയ്ത് പൈസയൊക്കെ കൂട്ടിച്ച് നമുക്ക് ഭയങ്കര സംഭവങ്ങളൊക്കെ ആകാം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കും. ജസ്റ്റ് ഒരു ചേഞ്ച് നമുക്കുണ്ടാവും, അല്ലെ? എന്താണ് ഈ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് ആർക്കെങ്കിലും പറയാമോ? പറയാമോ? ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? കേൾക്കാം. ചേഞ്ച് ഈസ് ടെമ്പററി, ട്രാൻസ്ഫോർമേഷൻ ഈസ് പെർമനന്റ്. യെസ്. ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ആണെന്ന് പറഞ്ഞു, അതായത് ഒരു സീസണലാണ്. അതേസമയം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണ്, അല്ലേ? നമ്മുടെ കംഫർട്ട് സോണൊക്കെ പൊളിച്ച് ആ ഒരു ലേണിംഗ് മെത്തേഡിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോയി നമ്മൾ മറ്റൊരു ലെവലിലേക്ക് എത്തുന്നതാണ്. നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ് ഈ ഒരു പരുന്തിന്റെ കഥയൊക്കെ, അല്ലെ? അത് ഇര പിടിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത്, അതിന്റെ കൊക്കുകളുടെ മൂർച്ചയൊക്കെ കുറയുന്ന സമയത്ത് അത് ഈ പാർക്കല്ലിൽ ഉരച്ച് അതിന്റെ കൊക്കുകൾ ഉരച്ചൊരച്ചൊരച്ച് അത് പൊട്ടിച്ച് നാശമാക്കി കളയുന്നു. അപ്പൊ ബ്ലഡ് ഇങ്ങനെ ഒലിക്കാതെ വേദനയോട് കൂടി ഇരിക്കും. അവസാനം തോലുകൾ കൊത്തിപ്പറിച്ച് കളയുന്നു. പിന്നെ അതിന്റെ കാലിന്റെ നഖവും അതുപോലെ ഉരച്ച് മാറ്റി ഇളക്കി കളയുന്നു. ആ ബ്ലഡ് ഒലിച്ച് ഇര പിടിക്കാൻ കഴിയാതെ വേദനയോടുകൂടി അത് കുറെ കാലം എവിടെയെങ്കിലും അടങ്ങിക്കിടക്കും, അല്ലെ? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടും. കുറെ കാലം കഴിയുമ്പോഴാണ് ഇതിന്റെ പഴയ രീതിയിൽ കൊക്കുകൾക്ക് മൂർച്ച കൂടുന്നതും പിന്നെ നഖങ്ങൾ വളരുന്നത്. അത്രയും സമയം ആ ഒരു പെയിൻഫുൾ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. ആ പെയിൻഫുൾ പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, പിന്നെ ഒരു പറക്കലുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും തരത്തിലൊരു വേദന ഉണ്ടെങ്കിൽ, ഒരു വിഷമം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നു. അതിനുള്ള ആ ഒരു വേദനയോട് കൂടിയുള്ള ഒരു പ്രോസസ്സാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് എന്ന് കരുതി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കാത്തിരുന്ന് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങുക, അല്ലെ? പണക്കാരനാവാനും കഷ്ടപ്പെടണം, പാവപ്പെട്ടവനാവാനും കഷ്ടപ്പെടണം. അപ്പൊ പിന്നെ പണക്കാരനാവാൻ കഷ്ടപ്പെട്ടൂടെ എന്നൊക്കെ ആരോ പറയുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലാതെ ഈ റിയൽ ലൈഫിൽ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ട് വെറുതെ കണ്ട് കണ്ട് നമ്മളെ സമയവും കളഞ്ഞ് ഇപ്പൊ പറയുന്ന ഡിജിറ്റൽ അമ്നീഷ്യ എന്ന് പറയുന്ന അസുഖം, അത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നതെന്നാണ്. ഒരുവിധം പ്രായമായ ആൾക്കാർക്ക് വരുന്ന അസുഖമാണ് അമ്നീഷ്യ എന്നൊക്കെ പറയുന്നത്. ഇപ്പോ അത് ചെറുപ്പക്കാരിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ അമിതമായ സ്ക്രീൻ ടൈമിങ്ങിന്റെ സ്ക്രീനിന്റെ യൂസേജ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ അമിത ഉപയോഗം കാരണം അവരുടെ ആ ബ്രെയിനൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ആ ഒരു ചകിരിച്ചോറ് പോലെ ആയിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉപയോഗം ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ കണ്ട് നമ്മൾ വെറുതെ കണ്ണ് മഞ്ഞളിക്കാതെ നമ്മുടെ ആ ഒരു പെയിൻഫുൾ പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ചിലർ തളർന്നു പോകും, മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും തളർന്നു പോകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ആരെയാണ് നമ്മൾ വിശ്വസിക്കുക? നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ സത്യത്തില്? ഞാൻ പറയുന്നു, നമുക്ക് നമ്മളെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ചതിക്കുമെന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. ഏയ്, എന്നെ ഞാൻ ചതിക്കില്ല. ഞാൻ എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്നെ ഞാൻ ട്രാൻസ്ഫോം ചെയ്യിക്കും എന്ന്
ബാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരും. നമ്മളങ്ങനെ വിചാരിക്കും, പക്ഷെ അത് നടക്കൂല. കാരണം നടക്കില്ല. yes. വിചാരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ. ആ ഒരു അപ്പൊ സ്റ്റെപ്പുകൾ എടുത്ത് അവിടെയാണ് നമുക്ക് പ്രശ്നം. നമുക്ക് നന്നാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ടൈമിന് വാല്യൂ കൊടുക്കണം. ഈ ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയുമല്ലോ, സംഭവം ടൈമിനൊന്നും ആർക്കും മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. ടൈം ഇങ്ങനെ 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 കറങ്ങി കറങ്ങി പൊക്കോണ്ടേയിരിക്കും. നമ്മളെ ടാസ്കുകൾ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ നമ്മൾ മാനേജ് ചെയ്യണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ ടൈമിന് ആർക്കെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ടാസ്കുകൾ വിഭജിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെ? അല്ലാതെ ഒരിക്കലും ടൈമിനെ മാനേജ്, നമ്മുടെ ടാസ്കുകൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമ്മൾക്ക് ആ സമയത്തിനകത്ത് ചെയ്ത് തീർക്കുമ്പോൾ നമ്മൾ സമയം മാനേജ് ചെയ്തവരായി, അല്ലെ? അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ഞാൻ ജസ്റ്റ് പറയുന്നു, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിക്കുമെന്നുള്ളത്. ജസ്റ്റ് ഒന്നൊരു കണ്ണടയ്ക്കുക, ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക. കണ്ണടച്ചോ? കണ്ണടച്ചെങ്കിൽ ഓക്കെ പറയാ, അതല്ലെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കാൻ തയ്യാറാവുക, അത്ര തന്നെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണാനേ പാടില്ല. ഞാൻ പറയുന്ന ഇൻസിഡന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനേ പാടില്ല. അതായത് കുറച്ചു കാലം മുമ്പ് നമ്മുടെ പത്രമാധ്യമങ്ങളിലും നമ്മുടെ TV ഷോകളിലും മറ്റൊക്കെ നിറഞ്ഞു നിന്നിരുന്ന, വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന അർജുന്റെ ലോറി മണ്ണിനടിയിൽ പെട്ടുപോയി. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലെ? ആരും മറന്നു പോയിട്ടില്ല അർജുനെ. അപ്പൊ അർജുന് ആ മണ്ണിന്റെ അടിയിലാകുന്നതും ആ മണ്ണ് ഇടിഞ്ഞ് വീട് കിടക്കുന്നതും അത് ഈ പറഞ്ഞതുപോലെ ഒരു JCB ഉപയോഗിച്ച് അത് ആ മണ്ണ് നീക്കം ചെയ്യുന്നതും ആ വെള്ളത്തിനടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കുന്നതും ഒന്നും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് ഒന്നും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാനേ പാടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അർജുനന്റെ മുഖവും അർജുനന്റെ ലോറിയും ആ മണ്ണിടിച്ചതും ആ JCB മണ്ണ് വരുന്നതും അദ്ദേഹത്തിന്റെ ലോറി പൊക്കിയെടുക്കുന്നതും ഒക്കെ TV നിങ്ങൾ കണ്ടതാണ്. ആ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാം. വന്നിട്ടുണ്ടോ ഇല്ലയോ? അർജുൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലി വരൂലേ? ആ, അപ്പൊ നിങ്ങളടുത്ത് ആദ്യമേ പറഞ്ഞു അത് മനസ്സിൽ കാണരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, അത് മനസ്സിലേക്ക് കടന്നു വന്നു, ഓട്ടോമാറ്റിക്കലി കടന്നു വന്നു. അപ്പൊ നമ്മൾ പറയുന്നിടത്തൊന്നും നമ്മുടെ മൈൻഡ് നിൽക്കില്ല. അപ്പൊ ഈ ഒരു ചേഞ്ച്, ഒരു താൽക്കാലികമായ ഒരു ചേഞ്ച് കൊണ്ട് ഒരാൾക്കും എങ്ങും എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പരുന്തിനെ പോലെ ആ പെയിൻഫുൾ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം, അല്ലേ? നമ്മൾ ഈ TV ഇതിൽ കാണുന്ന റിയലിൽ കാണുന്നതല്ല സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള ജീവിതം. നമ്മൾ ആ പെയിൻഫുൾ പ്രോസസ്സിലൂടെ കടന്നു പോയി മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെ, ഒരു വിജയം നമുക്ക് സാധ്യമാണ്. ജസ്റ്റ് അതിന്റെ ആ ഒരു ആസ്പെക്ട്, അതിന്റെ ആ ഒരു വശങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചേഞ്ചിന്റെയും ട്രാൻസ്ഫോർമേഷന്റെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് തീർക്കാം. സ്കോപ്പിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ചേഞ്ചിലാണെങ്കിൽ ലിമിറ്റഡ് ആയിരിക്കും. നമുക്കൊരു മാറ്റമാണ് ഉണ്ടാകുന്നതിൽ അത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസെ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. അതേസമയം ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ബ്രോഡ്, ഓൾ റൗണ്ട്, വിശാലമായതായിരിക്കും, ഇല്ലേ? അതേസമയം ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും. ചേഞ്ചിന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് ആയിരിക്കും, അല്ലെ? അതേസമയം ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ സ്ലോ ആണ്, ഗ്രാജുവലി ആണ് നമ്മൾ ഇങ്ങനെ വിജയിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി പോകുന്നത്. അപ്പൊ അത് ഒരു ഒരു ലോങ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ ഉരുക്കി എടുക്കുന്ന പോലെ ഈ തീയിലിട്ട്, അല്ലെ, ഉരുക്കി അതിനെ ഭംഗിയാക്കി നല്ല ആഭരണമാക്കി എടുക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അത്രയും പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് അതിങ്ങനെ ഒരു കണ്ണാടി കൂട്ടിൽ ഇങ്ങനെ ഭംഗിക്ക് ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ സ്ലോലി ഗ്രാജുവലി നമ്മൾ എന്താണ്, നമ്മളെ മോൾഡ് ചെയ്തെടുക്കുക. പണ്ടുള്ള ആൾക്കാർ പറയും തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ നമ്മളെ സ്വയം തീയിൽ കുരുപ്പിച്ചെടുക്കണം. ആരുടെയും വാക്കുകൾക്ക് മുന്നിലും അതുപോലെ ആരുടെയും കളിയാക്കലിന് മുന്നിലും ഒന്നും തകർന്നു പോവേണ്ടവരല്ല നമ്മൾ. അടുത്തത് ഇമ്പാക്റ്റ്. നമ്മൾ ചേഞ്ചസ് ആണെങ്കിൽ
നമുക്കൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു ടീച്ചിങ് മേഖലയിൽ ഒരു സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ആ സ്കൂളിൽ ആ ഒരു കാലാവധി കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ആ ഒരു ടീച്ചറെ അധികം ആരും അറിയപ്പെടില്ല. അത് ആ ഒരു ഷോർട്ട് ടൈം കൊണ്ട് അവിടെ അങ്ങ് കഴിയും അല്ലെ. അവരുടെ ആ ഒരു ജീവിതകാലം മുഴുവൻ അവർ ആ സ്കൂളിൽ ചിലപ്പോൾ നിൽക്കണമായിരിക്കും, പക്ഷെ ആ കുറഞ്ഞ കാലയളവിൽ കുറഞ്ഞ ആളുകളിൽ മാത്രമേ അവരുടെ കഴിവുകൾ എത്തൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ഇതുപോലൊരു ഡിജിറ്റൽ ഗാഡ്ജറ്റിൽ നമ്മൾ മുന്നിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് ഒരു ലോങ് ടേമിൽ നമുക്ക് ഒരുപാട് ആൾക്കാരിലേക്ക് എത്താൻ പറ്റും അല്ലെ. ഇത് ഷോർട്ട് ടൈം ആണ്, മറ്റേത് ലോങ് ടൈം ആണ്. മറ്റേത് ലിമിറ്റഡ് പേഴ്സണാലിറ്റികൾ മാത്രം, ലിമിറ്റഡ് പീപ്പിളിനെ മാത്രമേ നമുക്ക് ഇതാക്കാൻ പറ്റൂ. ഇതെന്ന് പറയാൻ വൈൽഡ് ആയിട്ട് നമുക്കങ്ങ് പറന്നുയരാൻ പറ്റും അല്ലെ. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മൾ നോക്കണം. പിന്നെ ലെവൽ, നമ്മുടെ ആ ഒരു ചേഞ്ച് വരുമ്പോഴുള്ള ലെവൽ എന്ന് പറയുന്നത് സർഫേസ്, ആ ഒരു മീതെയുള്ള ആ ഒരു ഭാഗം മാത്രം, ആ പ്രതലത്തിൽ മാത്രമായിരിക്കും ഒതുങ്ങിക്കൂടും. അതേസമയം നമ്മൾ ട്രാൻസ്ഫർമേഷനിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര ഡീപ്പായിട്ടായിരിക്കും പോകുന്നത്. ഐഡന്റിറ്റി ലെവലൊക്കെ എങ്ങനെയാണ്, ഭയങ്കര റൂട്ട് ഇങ്ങനെ 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 താഴേക്ക് 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 പോകും. വേരുകൾ വെള്ളം അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്നത് പോലെ താഴേക്ക് പോകും അല്ലെ. നമ്മൾ വാടിപ്പോകത്തില്ല ആ സമയം. കുറഞ്ഞ കാലയളവിനുള്ളിൽ കിട്ടുന്നതാണെങ്കിലോ അതിന് വലിയ വാല്യൂ ഉണ്ടാവില്ല. ആ മീതപ്പുറം മാത്രം കുറച്ച് മിനുസം ഉണ്ടാവുള്ളൂ. ചില ആൾക്കാർ മുഖം മിനുക്കി നടക്കും, ഉള്ളില് അവര് വേണ്ടത്ര ശ്രദ്ധിക്കൂല, കിട്ടുന്നൊക്കെ കഴിക്കും. അപ്പൊ അവരുടെ ഹൃദയമൊക്കെ കേടാവും, മുഖം മിനുങ്ങിയിരിക്കും. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഉള്ളിലുള്ള അസുഖങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ആ സ്കിന്നിനെ ബാധിക്കും. അതേസമയം സ്കിന്നിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് നമ്മൾ ആഹാരം കൊടുക്കുകയും നമ്മുടെ ശരീരം ഫുള്ളായിട്ട് നമ്മൾ കൺട്രോളിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എപ്പോഴും നമുക്ക് ഗ്ലോ ആയിട്ടിരിക്കും. അതാണ് ഇപ്പൊ ആൾക്കാർ ഈ ഗ്ലൂട്ടാത്തയോൺ ഒക്കെ കുത്തിവെക്കുന്നത് അല്ലെ. ഗ്ലൂട്ടാത്തയോൺ ആളുകൾ, ചില ആൾക്കാരുടെ വിചാരം അത് വെളുക്കാനുള്ള എന്തോ ഒരു സംഭവമാണ്, പക്ഷെ അതല്ല. നമ്മുടെ ഹൃദയത്തിന്റെ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത്. അത് നമുക്ക് നോർമൽ ഫുഡിൽ നിന്നൊക്കെ കിട്ടും, പക്ഷെ അത് അങ്ങനെ ആ രീതിയിൽ കഴിക്കുന്നവരായിരിക്കണം. അപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയാവുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഒക്കെ വരും. അതേസമയം പുറമേ എടുത്തിട്ട് തേക്കും, അകത്ത് കിട്ടുന്നൊക്കെ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യുന്നവർക്ക് അത് താൽക്കാലികമാണ് അല്ലെ. ആ സർഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡീപ്ലി അവര് രോഗിയായിരിക്കും. ഉള്ളിൽ അവര് അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് പല ഓർഗൻ കാണില്ല, പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇല്ലേ. അപ്പൊ അവിടെ ആ സർഫേസ് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, ആ ഡീപ്ലി പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ. ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കിയാലേ ആ ഡീപ്പ് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ആ ഒരു ലെവല് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കൺട്രോൾ വരുമ്പോൾ എക്സ്റ്റേണൽ ആയിരിക്കും എപ്പോഴും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എക്സ്റ്റേണൽ മാത്രമായിരിക്കും. പക്ഷെ മറ്റേതാകുമ്പോഴും ഇന്റേണലും എക്സ്റ്റേണലും ഒരുപോലെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂ ഹാബിറ്റ് ഒക്കെ നമ്മൾ ഫോം ചെയ്യും. അത് ചേഞ്ച് ആണ്. ഒരു ന്യൂ ഹാബിറ്റ്, എന്തെങ്കിലും ബുക്കുകൾ വായിക്കുക, അതൊരു ന്യൂ ഹാബിറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരും. താൽക്കാലികമായ ഒരു ചേഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ന്യൂ ഹാബിറ്റിൽ നിന്ന് ആ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ ഒരു മൈക്രോ നിഷിലേക്കൊക്കെ വന്ന് ഒരു നിഷ് കണ്ടെത്തി, പിന്നെ അത് മൈക്രോ നിഷിലേക്ക് വന്നു. അത് നമ്മൾ കുറെ കൂടി ഡീപ്പായിട്ട് പഠിച്ചു, വായിക്കല് അങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ന്യൂ ഐഡന്റിറ്റി കിട്ടും. ഒരു കോച്ചോ ഒരു ട്രെയിനറോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു ഐഡന്റിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റൊന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഹാബിറ്റാണ്, ഒരു ശീലം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതേസമയം ട്രാൻസ്ഫോർമേഷനിലേക്ക് ഈ സംഭവം വരുന്ന സമയത്ത് അതൊരു ന്യൂ ഐഡന്റിറ്റിയാണ് അല്ലേ. അപ്പൊ ഈ ന്യൂ ഐഡന്റിറ്റിയും ഇന്റേണൽ ആയിട്ടുള്ള ഒരു മാറ്റവും ഡീപ്ലി ഉള്ള മാറ്റവും ലോങ് ടൈം പ്രോസസ്സിലൂടെ സ്ലോയിലി ഗ്രാജുവലി പതിയെ പതിയെ നമ്മൾ വെപ്രാളപ്പെട്ട അയ്യോ എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിക്കാതെ ആ ലോങ് ടൈമിലത്തേക്ക് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ട് സ്ലോ ആയിട്ട് ഗ്രാജുവലി നമ്മൾ വൈൽഡ് ആയിട്ട് പോകുമ്പോഴാണ് ശരിക്കും ഒരു ട്രാൻസ്ഫർമേഷൻ നമുക്ക് ഉണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം, ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറായിക്കോ. എവിടെയോ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ ദൈവം വിചാരിക്കുന്നു. നമുക്ക് വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയും എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി, ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കും.
പക്ഷെ അവിടെ നമ്മൾ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. കാരണം എന്താണെന്നറിയാം, നമ്മൾ സ്ട്രെങ്തൻ ചെയ്യിക്കണമെന്ന് ദൈവം വിചാരിക്കുന്നു, അല്ലേ? അപ്പൊ അത്രയും കണക്കാക്കിയാൽ മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തുടങ്ങുക. സീറോയിലാണ് നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ സീറോയിൽ നിന്ന് ഒന്നിലേക്ക് കടക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ ഒന്നിൽ നിന്ന് നൂറിലേക്ക് എത്തുന്നത് ഗ്രാജുവലി മതി, പതിയെ പതിയെ മതി. ഇപ്പോ നിങ്ങളൊക്കെ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന, ഇതുപോലെയൊക്കെ ക്ലാസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറയുന്നവരുണ്ട്. ആഗ്രഹം വെച്ചോണ്ടിരുന്നാൽ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഇതുപോലെ ക്ലാസ് എടുക്കണം, ഓക്കെ, അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു മെന്ററെ നമ്മൾ വിലക്കെടുക്കുക. അതിനുശേഷം അവരുടെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ ഒരു ഗൈഡിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു മെന്ററെ തിരഞ്ഞെടുക്കുമ്പോഴും കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കീഴിൽ എത്ര ആൾക്കാർ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അവരുടെ കീഴിൽ എത്ര ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്, അവർക്ക് അവരിലൂടെ വിജയിപ്പിച്ച ആൾക്കാരെ അവർക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ, ദാ ഇരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ എത്ര ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി വിശകലനം ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു മെന്റർ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു മെന്ററെ തിരഞ്ഞെടുക്കുക, അവരുടെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് എപ്പോഴും ഒരു മെന്റർ വേണം. നമ്മൾ ഇതുപോലെ കുറെ ക്ലാസ്സുകൾ കേട്ടെന്ന് കരുതിയിട്ട് ഒരിക്കലും ഇവിടെ നമുക്ക് കുറെ ഇത് കിട്ടും, കുറെ നോളജ് കിട്ടും. നമുക്ക് ഒരു രാവിലെ കേട്ടിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു വൈബൊക്കെ തോന്നും. പക്ഷെ അത് താൽക്കാലികമാണ്. നമുക്ക് ഒരു പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടാൽ തീർന്നു, നമ്മുടെ ഇന്നത്തെ ആ ഒരു വൈബ് അവിടെ അവസാനിച്ചു, അല്ലെ? നമ്മൾ മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കും അത്. ഇപ്പോഴും നമുക്ക് ഈ കേട്ട സംഭവങ്ങളൊക്കെ നമ്മൾ മറന്നു. പക്ഷെ നമുക്കൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണെങ്കിൽ ആ കണ്ട കാര്യങ്ങൾ അവിടെ നമ്മൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുമായിരിക്കും. അവരുടെ വിഷമങ്ങളിലൊക്കെ നമ്മൾ പങ്കുചേരുമായിരിക്കാം. പക്ഷെ അത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത് നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്കൊരു വ്യക്തമായ ഗോള് വേണം. ആ ഗോളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയുന്നത്, പകുതി വഴിയിൽ വെച്ച് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ മറന്നു പോവാതിരിക്കാനും, നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് അത് ആ ഒരു ഗോള് നമ്മളെ നയിക്കണം, അല്ലേ? പിന്നെ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേദന വിഷമം വന്നാലും നമ്മൾ അതിലേക്കൊന്നും മൈൻഡ് കൊടുക്കാതെ നമ്മൾ ആ വെളിച്ചത്തിലേക്കായിരിക്കും എവിടെയോ ഒരു വെളിച്ചം ഉണ്ട് എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകും, ആ ഗോളിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സ്. ഇതിനിടയ്ക്കൂടെ നമുക്ക് വേദന ഉണ്ടായാലും എവിടെയോ ഒരു വെളിച്ചം കാണുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ഗ്രാജുവലി നമ്മളിങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തും, അല്ലേ? നമ്മുടെ ആമയും മുയലിന്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? പകുതി വഴിയിൽ വെച്ചിട്ട് മുയൽ തിരിഞ്ഞു നോക്കി ഭയങ്കര സ്പീഡിന് പോയിട്ട് അവിടെ കിടന്നുറങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അത് ഏറ്റവും പുറകെ നിന്നു. പക്ഷെ ആമ എന്ത് ചെയ്തു? വിശ്രമിച്ചില്ല. പകരം പതിയെ പതിയെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. അതാണ് ആരോ പറഞ്ഞത്, പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറക്കണോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓടണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് നടക്കണം, അറ്റ്ലീസ്റ്റ് ഒന്ന് ഇഴയാനെങ്കിലും തയ്യാറാവുക. മതി, ഇഴഞ്ഞാലും മതി, ഇഴഞ്ഞാലും മതി, നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും. ഇഴയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തളർച്ച ബാധിക്കും. നമ്മൾ സ്പീഡിൽ ഓടുമ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തളർന്നു പോവുകയും ചെയ്യും. അപ്പൊ ഈ കാണുന്ന റിയാലിറ്റി, ഈ റീലിലൊക്കെ കാണുന്ന സംഭവമാണ് നമ്മുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ച് ആ പൊട്ട ആശയങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതിന് പകരം ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. ഇന്ന് ഈ നിമിഷം നിങ്ങളിവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എന്താണ് നിങ്ങളുടെ ഗോളെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എത്ര സമയത്തിനകത്ത് എന്തൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും, ഒരു ദിവസം ഏത് സമയം എന്റെ ഗോളിന് വേണ്ടി ഇരിക്കാൻ പറ്റും. ഇപ്പൊ ഇപ്പൊ എനിക്ക് തടി കുറക്കണം, അല്ലെങ്കിൽ എനിക്ക് തടി കൂട്ടണം എന്നൊരാഗ്രഹം എനിക്ക് മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അതിനു വേണ്ടി ഇരിക്കും. അപ്പൊ എനിക്ക് എക്സർസൈസ് ചെയ്യണം, അല്ലെങ്കിൽ യോഗ ചെയ്യണം. ഞാൻ ഇന്ന് 10 മണിക്ക് ചെയ്തു, നാളെ ഉച്ചയ്ക്ക് ചെയ്തു, മറ്റന്നാൾ 4 മണിക്ക് ചെയ്തു. അത് നമുക്ക് ഹാബിറ്റിലേക്ക് വരില്ല. നമ്മൾ എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്താൽ അത് പോകും. അതേസമയം അതിനൊരു ടൈം, രാവിലെ, രാവിലെ എന്ന് പറഞ്ഞാലും പോരാ, രാവിലെ എപ്പോ 2 മണിക്കൂർ, ഓക്കെ, അതും ശരിയാണ്. പക്ഷെ എത്ര മണി മുതൽ എത്ര മണി വരെ, അതിന് ആ കാൽക്കുലേഷൻ, അതാണ് പറയുന്നത്. ടൈം ബൗണ്ട് ആയിരിക്കുക, മെഷറബിൾ ആയിരിക്കുക.
ടൈം തന്നെ നമുക്ക് മെഷർ ചെയ്ത് പറയാൻ കഴിയണം. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്നുള്ളത് ശരിക്കും നമുക്ക്, അതെ, ഒരു ടൈം മാറ്റിക്കണം. നമുക്ക് പറയാൻ കഴിയണം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ എന്റെ ഗോളിന് വേണ്ടി നീക്കി വെക്കും. ഇത് ഉറങ്ങുന്നതിന് മുന്നേ ആവാം, അല്ലെങ്കിൽ ഏർലി മോർണിംഗിലാവാം. ആ ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കും ശരിക്കും, അല്ലെ? ചിലപ്പോൾ ടയർഡായിട്ട് പെട്ടെന്ന് പോകുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് കുറിച്ച് വെക്കാനെങ്കിലും തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിൽ അതിന്റെ ആ ന്യൂറോൺ പാത്വേ രൂപപ്പെട്ട് വരണം. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മളിങ്ങനെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതെനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയും. അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ്. കാരണം അവിടെ അതിനുള്ള ന്യൂറോൺ ഇല്ല, ന്യൂറോൺ പാത്വേ അവിടെ രൂപപ്പെട്ട് വന്നിട്ടില്ല. അത് രൂപപ്പെട്ട് വരണം. അത് രൂപപ്പെട്ട് വരുന്നത് വരെ നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കും. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചതിക്കും എന്ന് പറഞ്ഞത്, അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഒരു റിയൽ ട്രാൻസ്ഫർമേഷൻ, ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ ചേഞ്ചസിലൂടെ ഒരു ബിഗ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കി നാളെ നമുക്ക് വലിയ ഇമ്പാക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി സംസാരിക്കാമായിരുന്നു, പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് സ്കൂളിൽ കുട്ടികൾക്ക് പോകണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ, ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്കൊരു ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, ഒരു മെന്ററെ വിലക്കെടുക്കുക, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എൻ്റെ ക്ലാസ് കേൾക്കാൻ വന്നു, ഇടയ്ക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടായിട്ട് പോലും, ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും റീജോയിൻ ചെയ്തു. താങ്ക് യു. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.